الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رضينا بالله ربا وبالإسلام دينا وبسيدنا محمد صلى الله عليه وسلم نبيا ورسولا وبشيخنا محي الدين عبد القادر الجيلاني رضي الله تعالى عنه شيخا ومرشدا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني مرادي يا رسول الله، يا شفيع المذنبين يا رسول رب العالمين. മഹാനായ കലന്തർ മസ്താൻ നവ്വറല്ലാഹു മർഖദ വനഫഅനാ ബിഉലൂമിഹി ഉസ്താദിന്റെ 12ാമത്തെ ഉറൂസ്, അതോട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. ഉസ്താദോട് കൂടി 13 വർഷം ഒന്നാട്ട് മഹദറയിൽ ഇരുന്നിട്ടുണ്ട്. മഹദറയിൽ വരാൻ വേണ്ടി ഉസ്താദ് തന്നെ എന്നെ ബാഖിയാത്തിലിരുന്ന് ബാഖവി ബിരുദം വാങ്ങിയിട്ട് മുത്തവ്വൽ ഓതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സമയത്തിൽ മഹദറയിൽ ഉസ്താദായിട്ട് വരാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പൊ ഞാൻ ഉസ്താദോട് പറഞ്ഞത്, ഞാൻ മുത്തവ്വൽ ഓതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, ഇപ്പം ദർശനമൊന്നും പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഖൈറാണ്, എന്തായാലും മുത്തവ്വൽ കളഞ്ഞിട്ട് ഇവിടെ വരണം. പിന്നെ 2 വർഷം മുത്തവ്വൽ ബാഖിയാത്തിൽ തന്നെ ഓതണമെന്ന് തീരുമാനിച്ചിരുന്നപ്പോഴാണ് ഗൗസുൽ ആലത്തിന്റെ ഒരു പണിയായിരിക്കാം, ബാഖിയാത്തിൽ ഓതിയത് മതി, നീ ഓക്കെ ഉസ്താദിന്റെ പോയി ഓതാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി തന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അതുകൊണ്ട് ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ വനഫഅനാ ബിഉലൂമിഹി ഉസ്താദിനോട് അടുത്ത് വന്നു. 2 വർഷത്തോളം ഉസ്താദിന്റെ ആ തർബിയത്തിൽ തന്നെ ഇരിക്കാനും മുസ്ലിം മുഴുവനും ഓതാനും, സഹീഹ് മുസ്ലിം മുഴുവനും ഓതാനുമുള്ള തൗഫീഖും കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓതാൻ ആഗ്രഹിച്ച സമയം ഡൽഹിയിൽ പോയി. അപ്പോഴൊക്കെ എനിക്ക് അൽ അസ്ഹറിൽ ഓതണം, അവിടെയും പോയി പഠിക്കണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ നമ്മ ഒരു സ്ഥാപനമുണ്ട്, അവിടെ AP ഉസ്താദ് നടത്തുന്ന സ്ഥാപനമാണ് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെ വന്ന് റാഹത്തായില്ല. അങ്ങനെ ദുൽഹജ്ജ് വരെയും അവിടെ ഇരുന്നു. AP ഉസ്താദ് അവിടെ കേരള ഹൗസ്, ഡൽഹിയിലെ കേരള ഹൗസ് ഉണ്ട്, അവിടെ വന്നിരുന്നു. ഉസ്താദ് പോയി കാണാൻ പോയി. ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളിവിടെ വന്ന് പഠിക്കാൻ വേണ്ടി വന്നതാ, ലുഗത്ത് പഠിക്കാൻ വേണ്ടി വന്നത്. അതിക്കിടയ്ക്ക് ലക്നോയിലും പോയിരുന്നു. ലക്നോയിലെ നത്വത്തുലുള്ള ഒരു വലിയ കോളേജ്, ഒരു വലിയ സ്ഥാപനമുണ്ട്, നല്ല അറബി അവിടെ പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ഒരു എൻട്രൻസ് എഴുതാനും പറഞ്ഞു. അങ്ങനെ ഒരു ദാഖിൽ ഇംതിഹാനൊക്കെ കിട്ടിയപ്പോൾ അബുൽ ഹസൻ അലി നദ്വി, നിങ്ങളൊക്കെ കേട്ട വലിയ ഒരു പണ്ഡിതനാണ്, അറബിയിൽ വലിയ പണ്ഡിതൻ, ലോകമറിയപ്പെട്ട ഒരു പണ്ഡിതൻ. അഖീദാവോട് കൂടുതൽ യോജിപ്പില്ല ആള്, അഹ്ലു ബൈത്ത്. അവര് ക്ലാസ്സിൽ പോയി ഇരുന്നപ്പോൾ അവരന്ന് കൂട്ടുപ്രാർത്ഥന ശരിയില്ലേന്ന് ക്ലാസ് എടുക്കും. എന്തായാലും ഇനി ഇവിടെ ഇരിക്കാൻ പറ്റൂല. അങ്ങനെ ദേവബന്ദിൽ പോയി. അവിടെ പോയി എന്തായാലും ഒരു 2 കൊല്ലമെങ്കിലും അവിടെ പഠിക്കാൻ തീരുമാനിച്ചു. അവിടെ യൂനുസ് മൗലാനാണ് ഒരാൾ ദർസ് എടുക്കും. ബുഖാരി ദർസ്, നല്ല ദർസ. ബുഖാരിന്റെ ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ് ആയിരിക്കും.
അതുപോലെ സഈദ് അഹമ്മദ് പാലംപൂരിന് ഒരാളുണ്ട്, ഭയങ്കര ക്ലാസ്. മഗ്രിബിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ 6:30 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 12 മണി വരേക്കും ഉണ്ടാവും. 5 മണിക്കൂർ ക്ലാസ് ആയി. അവർ ക്ലാസ്സിൽ പോയി ഇരുന്നപ്പോഴും അവർ മീലാദ് വേണ്ടാണ് ക്ലാസ് എടുത്തത്. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉസ്താദെ പോയി കണ്ടു. ഉസ്താദെ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി എന്തായാലും ഇവിടെ ഒന്നും പഠിക്കണ്ട, മർക്കസിൽ വന്നാൽ തഖസ്സുസിൽ ചേരാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ തഖസ്സുസിന് വേണ്ടി അവിടെ നിന്ന് ദുൽഹജ്ജോടെ നാട്ടിലേക്ക് തിരിച്ചു. എന്റെ ഉസ്താദായ ബാക്കിയാത്തിലൊക്കെ ഉസ്താദായിരുന്ന സബീർ അലി ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമിഹി കീഴക്കരയിൽ ദർസ് എടുത്തു. ഉസ്താദ് പറഞ്ഞു, പഠിക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ട്, ദർസിൽ വന്ന് എന്നോട് ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ ഇത് എ പി ഉസ്താദ് ഞാൻ പറഞ്ഞപ്പോൾ എ പി ഉസ്താദ് പറഞ്ഞു, എന്തായാലും ഇത് നമുക്ക് ഓക്കെ ഉസ്താദോടെ ചോദിക്കാം, ഉസ്താദ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാം. ഉസ്താദിട്ട് പോയപ്പോൾ ഉസ്താദ് പറഞ്ഞു, തങ്ങളെ ഇനി പഠിക്കുന്നതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ദർസിൽ കയറിക്കണം. അങ്ങനെ കീഴക്കരയിൽ ഒരു 3 കൊല്ലം ദർസ് എടുത്തു. അവിടെ ഒരു കോളേജ് ഉണ്ട്. ഇപ്പോൾ നമ്മ എ പി ഉസ്താദിന്റെ മസേരിന്റെ താളെയാണ് ഇരിക്കുന്നത് ദർസ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം മഹ്ദറത്തുൽ ഖാദിരിയ ഉസ്താദിന്റെ ക്ഷണം പിന്നെയും വന്നു. അങ്ങനെ 25-ാം കൊല്ലം ഇപ്പം മഹ്ദറത്തുൽ ഖാദിരിയ അൽഹംദുലില്ലാഹ്. ഉസ്താദോടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. 13 കൊല്ലം ഉസ്താദോട്. ഉസ്താദിന്റെ ദർസിന് തൊട്ടടുത്ത് എന്റെ ദർസ്. ചിലപ്പം ഞാൻ ദർസ് എടുക്കുമ്പോൾ കുറച്ച് ശബ്ദമിട്ട് ദർസ് എടുക്കും. ഉസ്താദ് പറഞ്ഞു, കുറച്ച് ശബ്ദം കൂടുതൽ വെക്കാൻ പറയും. അങ്ങനെ ഉസ്താദോട് നല്ല മഹബത്തായ ജീവിതമായിരുന്നു. ഉസ്താദ് കലന്തർ മസ്താൻ റഹ്മാനി ഖാദിരിയെ കണ്ടവരോ അതുപോലെ അവരുടെ പ്രസംഗം കേട്ടവരോ ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയുന്നില്ല. മർക്കസ് സമ്മേളനം അന്ന് 3 ദിവസം സമ്മേളനത്തിൽ ദിക്ർ ഹൽക്കയിൽ തമിഴിൽ ഒരു പ്രസംഗമുണ്ട്. തമിഴ് പ്രസംഗം കേൾക്കാൻ വേണ്ടി മലയാളികൾ ഇരിക്കും. കുറച്ച് നമുക്ക് തഫക്കുർ ചെയ്യണം. തമിഴിലൊരു പ്രസംഗമായാൽ തമിഴ് നമുക്ക് എന്തായാലും മനസ്സിലാവൂല. അങ്ങനെ ഒരുങ്ങുന്നവർ തമിഴിൽ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കും. ഒരു 1/4 മണിക്കൂറുള്ളത് 20 മിനിറ്റാണ് പ്രസംഗം ചെയ്യുന്നത്. അത് പ്രസംഗമായിരിക്കും. അങ്ങനെ ഉസ്താദ് പ്രസംഗം ചെയ്യാൻ വരുമ്പോഴും നമ്മളെപ്പോലെ ഒരു വലിയ കമ്മീസൊന്നും ഇടൂല. അതൊരു ഷർട്ട്, ചിലപ്പം കല്ലിമുണ്ടായിരിക്കും, തലയിലൊരു തൊപ്പി ഇട്ടിരിക്കും, ഇങ്ങനെ ഒരു ഷാൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇട്ടിരിക്കും. അതാണ് ഉസ്താദിന്റെ ശീലം. എ പി ഉസ്താദെ വിളിക്കുന്നത് എ പി ഉസ്താദായിരിക്കും. ഇപ്പം ദിക്ർ ഹൽക്കാനുള്ള ഒരു പ്രസംഗം തമിഴ്നാട്ടിലുള്ള കലന്തർ മസ്താൻ റഹ്മാനി ഖാദിരിയാണ് പ്രസംഗം ചെയ്യുന്നത്. കാണാൻ ഒരു നാടൻ മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത്. കല്ലിമുണ്ടും എടുത്തിട്ട് ഇരിക്കുന്നതാണ്. നല്ല ഒരു ഉസ്താദ്, നല്ല ഇൽമും വറഇയ്യത്തും സുന്നത്തുൽ ജമാഅത്ത് കൂടുതൽ പഠിച്ച ഉസ്താദിന്റെ പ്രസംഗത്തിന് നമ്മൾ ഉസ്താദിനെ കുറിച്ച് തആറുഫ് ചെയ്യും, മനസ്സിലാക്കി തരുന്നത് എ പി ഉസ്താദായിരിക്കും. അങ്ങനെ ഉസ്താദ് ഡ്രസ് കൊണ്ടോ ഒരു വലിയ സീനത്ത് കൊണ്ടോ ഒരു വലിയ മനസ്സിനായിട്ട് കാട്ടാതെ ഒരു സാധാരണ മനസ്സിനായി ജീവിച്ചു. 40 പ്രാവശ്യം അതിന് കുറവുണ്ടാവില്ല. എന്നോട് നേരെ ഉസ്താദ് പറഞ്ഞത് ബഗ്ദാദിലേക്ക് പോയിട്ടുണ്ട്. 40 പ്രാവശ്യം ബഗ്ദാദിൽ പോയാൽ ഉസ്താദ് പറയും, ബഗ്ദാദിലുള്ള ഏത് സ്ട്രീറ്റിൽ കൊണ്ടുപോയി എന്നെ വിട്ടാലും ആ സ്ട്രീറ്റിന്റെ ഓരോ സ്ഥലവും എനിക്കറിയും. അങ്ങനെ ബഗ്ദാദോടൊരു ബന്ധം, കുറേ മശായിഖന്മാരോടുള്ള ഒരു ബന്ധം. ലോകത്തിൽ എവിടെല്ലാം നല്ല സുന്നത്തുൽ ജമാഅത്തിന്റെ മശായിഖന്മാരുണ്ടോ അവരോടെല്ലാം ബന്ധം പുലർത്തിയിട്ട് അവരോടൊരു ഇജാസത്തും അവരോടൊരു ദിക്റും ഒരു ബന്ധമും ഉസ്താദിനുണ്ടായിരുന്നു. ഇത് എങ്ങനെ മനസ്സിലാക്കുന്ന ഈ 13 വർഷത്തോളം എന്തെങ്കിലും ഒരു പ്രശ്നം ഉസ്താദോടെ, നമ്മൾ ഉസ്താദ് ചെറിയ ഉസ്താദുകളായിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായാൽ ഉസ്താദ് പറയുന്നത്, ഉസ്താദ് അതിന് ഒരു പരിഹാരം പറഞ്ഞു തരുന്നത് ഒരു ദിക്റോ ഒരു ദുആവോ ഒരു പേജോളമുള്ള ഒരു ദുആവോ പറഞ്ഞിട്ട് ഇതിന്റെ ഇജാസത്ത് തങ്ങളെ ഇത് ഈ നാട്ടിലുള്ള ഒരു മശായിഖ് ശൈഖ് തന്നതാണ്, അതിന്റെ സിൽസിലാവും പറഞ്ഞു തന്നാണ് ആ ദിക്ർ നമുക്ക് തരുന്നത്. അതുപോലുള്ള ആളുകൾ കുറഞ്ഞു വരുന്നു. അങ്ങനെ ഉസ്താദോട് 13 വർഷം, ലാസ്റ്റ് ഒരു 6 മാസത്തോളം ഉസ്താദ് ഒരു അസുഖമായിട്ട് ചെന്നൈയിലായി.
ദർസ് മുടക്കിയിട്ട് എവിടെയും പരിപാടിക്ക് പോകാൻ വിടില്ല ഉസ്താദ്. ഞങ്ങൾ ജോലി ലീവ് ചോദിച്ചാലും ദർസില്ല, ദർസ് വിട്ടിട്ട് എവിടെയും പോകണ്ടാണ് പറഞ്ഞു. അങ്ങനെ ദർസ് വിട്ടിട്ട് എവിടെയും പോകുന്ന പരിപാടിയുമില്ല. അങ്ങനെ ഉസ്താദിന്റെ ഒരു തർബിയത്തുണ്ടായിരുന്നു. 13 കൊല്ലം ഉസ്താദോടായിരുന്നു. ചെന്നൈയിൽ എന്നെ വിളിച്ചിട്ട് ഉസ്താദ് ഒരു വലിയ കട്ടിലിൽ കിടക്കുമ്പോൾ ഉസ്താദ് അവിടെ ഇരുത്തിയിട്ട് കുറേ സംസാരിക്കും. ലാസ്റ്റിൽ ഉറങ്ങുമ്പോൾ തൊട്ടടുത്ത് ഇനി ഒരു തലാനയിട്ട് തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ ബെറ്റിലാ കിടന്നിട്ട് കുറേ പറയും. അങ്ങനെ ലാസ്റ്റ് ഒരു 6 മാസം ഉസ്താദോട് ഭയങ്കര മഹബത്തായിരുന്നു. ഉസ്താദ് പറയും, മഹദറയിൽ എന്തോ 2 ദിവസം ലീവ് എടുത്തിട്ട് ഇവിടെ വന്നോണം, മറ്റുള്ള പരിപാടികൾക്ക് പോകാൻ വേണ്ടി ലീവ് തരാതെ ഉസ്താദ് ഒരു 2 or 3 ദിവസം ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് എന്നോട് ഇരിക്കണോട് പറയും. അവിടെ വിളിക്കും. അങ്ങനെ ഞാൻ പോയിട്ട് ഉസ്താദോടെ ഇരിക്കും, കുറേ കാര്യങ്ങൾ പറയും. പിന്നെ ഉസ്താദിന്റെ മരണം 12 കൊല്ലത്തിന് മുമ്പ് സദഖത്തുല്ലാഹുൽ ഖാഹിരി നമ്മളൊക്കെ കേട്ട ഒരു മഹാനാണ്. ഖുത്ബിയത്തും അതുപോലെ കുറേ മർസിയാക്കൾ എഴുതിയവര്, ബാനുസ്വാദിക്ക് തഹ്മീസ്, ബുർദാവുക്ക് തഹ്മീസ്, കുറേ തഹ്മീസ് ഉണ്ടാക്കിയ ആ സദഖത്തുല്ലാഹുൽ ഖാഹിരി മരണപ്പെട്ട അതേ ദിവസത്തിലാണ് ഉസ്താദിന്റെ മരണം. സഫർ 6-ാമത്തെ ദിവസം, 5-ൽ മരണപ്പെട്ട 6-ാമത്തെ ദിവസം ഖബറടക്കി. അല്ലാഹു തആല അവരുടെ ബറക്കത്തും മദദും നമുക്ക് എന്നും തരട്ടെ. മരിച്ചതിന് ശേഷവും കുറേ നസീഹത്തുകൾ നമുക്ക് ചെയ്യുമായിരുന്നു ഉസ്താദ്. എപ്പോഴും ഏതെങ്കിലും ഒന്ന് വരുമ്പോൾ നസീഹത്ത്. നമ്മൾ മദ്രാസിലൊക്കെ വാളിന് പോയാൽ വാള് ലാസ്റ്റ് 10 മണിക്കാണ് ലാസ്റ്റ് പ്രസംഗമായിരിക്കും. വാള് കഴിഞ്ഞാൽ 10:15 ബസ്സായിരിക്കും, ട്രെയിനായിരിക്കും. ഈ ട്രെയിനെ ഒന്ന് പിടിക്കണമെങ്കിൽ കാറിൽ വന്നാൽ പിടിക്കാൻ പറ്റില്ല, അവിടെയുള്ള ട്രാഫിക്. അപ്പം അവിടെയുള്ള ചെറുപ്പക്കാരന്മാർ ഉസ്താദെ വീലറിൽ കയറിയാൽ വേഗം പോയി ബസ് പിടിക്കാൻ പറ്റുമോ, ട്രെയിനെ പോയി പിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ 2 വീലറിലാണ് വേഗം വരുന്നത്. ചിലപ്പോൾ ബസ് എടുത്തിട്ട് അവൻ പോവും. അവന്റെ ഇവൻ പറയും, ഞങ്ങൾ എവിടെയും വന്ന് എന്നെ പിടിക്കും. അങ്ങനെ കുറെ കാലമായിരിക്കുമ്പോൾ ഒരു ദിവസം ഉസ്താദ് എന്റെ മനാമില വന്നിട്ട് പറയുന്നുണ്ട്, കലന്തർ മുസ്താദ് വീലറിൽ കൂടുതൽ യാത്ര ചെയ്യണ്ട. ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ നമുക്ക് 2 വീലറിൽ പോകുമ്പോൾ ഒരു പേടിയുണ്ട്. 2 വീലറിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഷഹാദത്തൊക്കെ ഓതിയിട്ടിരിക്കലില്ല. ഇപ്പോഴും ഈ ചെറുപ്പക്കാരന്മാര് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സാധനം, അവരിങ്ങനെ പോകുമ്പോൾ ഇപ്പോഴുള്ള 2 വീലർ പഴയതുപോലെ ഇല്ലല്ലോ. എങ്ങനെയില്ല, പിന്നിലിരിക്കുന്നവൻ മേലെയും മുമ്പിലിരിക്കുന്നവൻ താഴെയും അല്ലേ. അങ്ങനെ ചിലപ്പോ ഓട്ടുന്നവൻ പറയും, ഞങ്ങളെ നല്ലോണം പിടിച്ചോ, സ്പീഡിലാണ് ഞങ്ങൾ പോകുന്നത്, വേഗം ബസ് പിടിക്കണം. നല്ലോണം പിടിക്കുന്നതോടുകൂടി ഷഹാദത്തും ഓതിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഉസ്താദ് നമ്മളോട് ആ 2 വീലറിൽ കൂടുതൽ എവിടെയും യാത്ര ചെയ്യണ്ടാണ് എന്നോട് വസിയത്ത് ചെയ്തതോട് ഞാനും ഇപ്പം എല്ലാവരോടെയും പറയുന്നത്, അത്യാവശ്യം കാര്യത്തിന് പോകുന്നത് നല്ല സാധനം 2 വീലർ. ഇവിടുന്ന് ഇവിടുത്തെ 100 കിലോമീറ്റർ, 150 കിലോമീറ്റർ, 200, ചില ആൾക്ക് 500 കിലോമീറ്റർ വരയ്ക്കും 2 വീലറിൽ പോകും. ഉസ്താദ് നമ്മളോട് നേരിട്ട് പറഞ്ഞതാ. ഫാദിൽ നൂറാനിയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു തആല നല്ല ദീനീ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖിന് മഹദരിമാരോടെ അവരും കൊടുക്കട്ടെ. നൂറാനിയിൽ ഒരു 13 നൂറാനികൾ മഹദറിയിൽ വന്നിരുന്നു. ഫസ്റ്റ് ബാച്ച്, 5-ാമത്തെ ബാച്ച്. കലന്തർ മുസ്താദ് ഉസ്താദ് 1-2 കിതാബ് ഓതാൻ വേണ്ടി വന്നത്. ഉസ്താദ് പറഞ്ഞു, എനിക്ക് സമയമില്ല. മുല്ല ഹസൻ, തശ്രിയ ഫലാക്ക്, മൈബലി തങ്ങളുടെ പോയി ഓതിക്കോണം എന്നോട്. അങ്ങനെ അവരോട് ഒരു ബന്ധം കൂടിയത് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വർഗ്ഗവരെ നിർത്തി തരട്ടെ. അങ്ങനെ ഉസ്താദ് എപ്പോ മനാമിൽ കുറേ കാണും. ഇപ്പൊ ഈ തൊട്ടടുത്ത് ഒരു മനാമ ഞാൻ ആരോടെയും പറഞ്ഞില്ല. പറയുന്നത് എന്തിനു വേണ്ടിയാ, നിങ്ങളൊക്കെ ഈ തെങ്കാസി ഭാഗത്തിലേക്ക് വന്നാൽ ഒന്ന് ഉസ്താദിനോട് സിയാറത്ത് ചെയ്തിട്ട് ബറക്കത്ത. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹം തരട്ടെ. അപ്പൊ ഉസ്താദിനെ ഞാൻ മനാമിലെ കാണുന്നുണ്ട്. മനാമിലെ കാണുമ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്, കണ്ണിലിത് കണ്ണിനീര് ഇങ്ങനെ ഒടിയുന്നുണ്ട്. ഞാനൊരു മജ്‌ലിസിൽ പോകുന്നുണ്ട് തങ്ങളെ. എന്നോട് പറയും, ഞാനൊരു മജ്‌ലിസിൽ പോകുന്നുണ്ട്,
ആ മജ്ലിസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഹുദൂർ ഉണ്ടാവും. ആ മജ്ലിസിലാണ് ഞാൻ പോകുന്നുണ്ട്, തങ്ങൾ വരണം ആ മജ്ലിസിൽ എന്നെ വിളിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഹുദൂർ ഉണ്ടാവും എന്ന് പറയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒലിച്ചു വരുന്നു. ആ മോനോട് അന്ന് ചോദിച്ചു, സമസ്താനത്തിന്റെ മോനോട്, ഇപ്പൊ ഏതെങ്കിലും പരിപാടി ഉണ്ടാ? ഏത് പരിപാടി നമുക്ക് അറിയുന്നില്ല. ഉസ്താദ് പറയുന്നു ഞാൻ പരിപാടി പോകുന്നു. മരണത്തിന് ശേഷം തങ്ങളും ആ പരിപാടിക്ക് വരണം, അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഹുദൂർ ഉണ്ടാവും. അങ്ങനെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. പരിപാടി ഏതെന്ന് എന്നോട് പറഞ്ഞില്ല. അതിനു മുമ്പ് കുറെ ഉസ്താദിന്റെ മഹബത്തായ കായൽ പട്ടണത്തിലുള്ള ഉമ്മമാർ ഒരാള് മനാമല കണ്ടപ്പോഴും ഞങ്ങളിപ്പോ റാഹത്തിലാണ്. ഞങ്ങൾ കുറേ പരിപാടികൾക്ക് പോകുന്നുണ്ട്, അമ്പിയാക്കളിന്റെ ഒന്നുകൂടുന്ന പരിപാടികൾക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. ആ ഉമ്മമാരോടെ മനാമൽ പറഞ്ഞിട്ടുണ്ട്, അവരെന്നോട് പറഞ്ഞിരുന്നു. അപ്പം അതേ വാക്ക് ഇപ്പൊ എനിക്കും കിട്ടി. ഞാൻ പോകുന്ന ആ പരിപാടിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഹുദൂർ ഉണ്ടാവും. അപ്പം ഇതുപോലുള്ള മഹാന്മാരോടുള്ള ബന്ധമാണ് ഇനി നമ്മളുടെ ജീവിതം. എന്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയ ഇന്ന് പാപം കൂടിയ ദുനിയാവാണ്. എല്ലാവരും സമ്മതിക്കില്ല. പഴയ ദുനിയാവില്ല, ഇപ്പം പാപം കൂടിയ ദുനിയ. ഇപ്പൊ നമുക്ക് പഠിക്കാൻ സമയമില്ല, ആർക്കും പഠിക്കാനോ ഓതാനോ ഒന്നും സമയമില്ല. എന്തുകൊണ്ട്? സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നില്ല. സെൽഫോൺ. എത്ര കുട്ടികളോട് സെൽഫോൺ വെക്കണ്ടാന്ന് പറഞ്ഞാലും ഒരു കയ്യിലുണ്ടാവും. ചെറിയ ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുള്ള സ്ഥലത്തിൽ നമ്മ സെൽഫോൺ കൊണ്ടുവന്നാൽ ഉസ്താദ് കയ്യിൽ സെൽഫോൺ കൊടുക്കണം. വെള്ളിയാഴ്ച രാത്രിയോ ഒന്ന് സമയത്തിൽ തരാന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ ഒരു സെൽഫോൺ തരും. അവന്റെ കയ്യിലും ഒന്നുണ്ട്. മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടെണ്ണം കൊണ്ടുവന്നത്. ഒന്ന് നമുക്ക് തരാൻ വേണ്ടി, ഒന്ന് അവർ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ അവർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത്. എന്താ അവര് അങ്ങനെ ജീവിക്കുന്ന ഒരു സമാനായി പോയി, ഒരു വല്ലാതെ സമാനം. ഞാനിപ്പോ കുട്ടികളോട് എല്ലാവരോടെയും പറയുന്നത്, നമ്മളൊക്കെ ആലിമീങ്ങളാണ്. എങ്ങനെയുള്ള ആലിമീ? ഇൽമു കൊണ്ട് ഇപ്പൊ ഇൽമു കുറവ്, സനത് വേണം. സഖാഫിയ, വാക്കവിയ, മഹദരിയ, എന്താ സനത്? ഇപ്പൊ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഏത് ദർസിൽ എവിടെ സനത്? അവരൊക്കെ ഇൽമു കൊണ്ടുള്ള ആലിം, നമ്മളൊക്കെ സനത് മാത്രം. ആ സനതെങ്കിലും ബറക്കത്തുള്ളതായിട്ട് നമ്മൾ മാറണം. അതുപോലെ ഇപ്പൊ നമുക്കൊക്കെ നല്ല ഡ്രസ്സുകളാണ്. ഒരു പ്രാവശ്യം എ പി ഉസ്താദിന്റെ ഒരു വാദം എല്ലാരും കേട്ടതായിരിക്കാം. ഉസ്താദ് ഫസ്റ്റ് ബോംബെയിൽ പോയി ഒരു പുറത്തു പോകാൻ വേണ്ടി റെഡിയായിരിക്കുന്ന സമയത്തിലാണ് ബോംബെയിൽ പോയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പുതിയ ഷർട്ട് ഇട്ടിട്ട് പോയത്. തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തങ്ങൾക്ക് കുറേ കാലം കൊടുക്കട്ടെ. തങ്ങൾ കുറെ 28 കൊല്ലം ദർസെടുത്ത ആ പള്ളിയിലിരുന്ന് പുറത്ത് വന്നാണ് ആ വീഡിയോ ഞാനും കണ്ടു. തങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിയാത്തിലോടെ ഒരു മഹബത്താണ്. ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ തങ്ങൾ വലിയ ക്ലാസ് ബാക്കിയാത്തിൽ പഠിച്ചു. അങ്ങനെ തങ്ങൾ ബാക്കിയാത്തോടെ എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ബാക്കിയാത്തിൽ 5 കൊല്ലം പഠിച്ചു. ഏതിന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ പഠിക്കാൻ അവിടെ പോയ ഫസ്റ്റ് 90-ൽ പോയത്. 90-ൽ അവിടെ പോയിട്ട് 94 5 കൊല്ലം അവിടെ ഞങ്ങൾ 91-ആയി. അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പം ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വല്ലാതെ ഒരു വേദനയായി. തങ്ങളുടെ കണ്ണിൽ നിന്ന് 2 തൊട്ട് കണ്ണുനീര്. നമ്മൾ തങ്ങളെ കണ്ണുനീര് കാണുന്നതൊക്കെ ദുആ മജ്ലിസിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീനി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അതൊക്കെ നമുക്കൊരു സുന്നത്താണ്. കമാലുദ്ദീൻ അസ്ഹറത്ത് നവ്വറല്ലാഹു മർക്കദ ഉസ്താദിന്റെ ഉസ്താദും എനിക്ക് ഉസ്താദും ബാക്കിയാത്തിലെ ഹദീസിന്റെ ഉസ്താദ് ബാക്കിയാത്തിലെ അവർ പുറത്താക്കി. എസ് പി സൈനുൽ ആബിദീൻ അസ്ഹറത്ത് നല്ല മഹാനാണ്. ബൈലാവിയൊക്കെ സബക്കെടുത്തിട്ട് കുട്ടികൾ കരഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. ഉസ്താദിനെ അവർ പുറത്താക്കി. ആ സുന്നത്ത് നമുക്കും കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതായിരിക്കാം. പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞു ഖലീൽ തങ്ങളെ മുട്ടിപ്പടിയിൽ ദർസിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇഹ്യാ ഉസ്സുന്ന അവർ പഠിച്ചത്. അപ്പം അവര്
നമ്മളെ ഹിജ്റത്ത് കൊണ്ട് എന്തെങ്കിലും ഒരു റാഹത്തുണ്ടാവും. അങ്ങനെയാ ചെയ്യുന്നത്. അല്ലാഹു തആല റാഹത്തിലാക്കി തരട്ടെ. അപ്പം ഇന്നത്തെ കാലത്ത് എപി ഉസ്താദ് എന്ന ഒരു ഡ്രസ്സിന്റെ കാര്യം പറയും. ഉസ്താദ് ഒരു പുതിയ ഷർട്ട്, ഒരു പുതിയ കമീസ ഇട്ടിട്ട് പുറത്തു പോയത്, അവിടെ ഇരിക്കുന്ന ഒരാൾ കണ്ടിട്ട് ഉസ്താദ് ഈ കമീസ് ഒന്ന് എനിക്ക് തരണം. പുതിയ ഷർട്ട് ഇപ്പൊ ഉള്ളവർക്ക് അത് മനസ്സിലാവൂല. അന്നൊക്കെ ഒരു പുതിയ ഷർട്ട് ഇടണമെങ്കിൽ വലിയ കാര്യമാണ്. പെരുന്നാളേക്കുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു 5-6 ദിവസം നമ്മൾ നോക്കിയിട്ടേ നടക്കും. ഉസ്താദ് ആ ഷർട്ട് റൂമിൽ പോയി മാറ്റി ആ മഹാന്റെ കയ്യിൽ കൊടുത്തു. ഈ വാക്ക് പറഞ്ഞിട്ട് ഉസ്താദ് പറയുന്നതാ. അതിനുശേഷം പിന്നെ ആ ഡ്രസ്സ് പൈസ കൊടുത്ത് ഞാൻ എടുത്തിട്ടില്ല. അതിന് കേൾക്കാൻ പറ്റും. ഉസ്താദ് ഇട്ട ഡ്രസ്സാണ് കുട്ടികൾ ബറക്കത്തിന് വാങ്ങുന്നത്. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ ഉസ്താദിന്. അപ്പം ഇപ്പൊ നമുക്ക് കുറെ ഡ്രസ്സും തലയെക്കെട്ടും അങ്ങനെ ഇങ്ങനെ കാട്ടിക്കുട്ടിയാണ് ഇൽമു പോലെ കാട്ടുന്നത്. അന്നുള്ളവർക്ക് അതൊന്നുമില്ല. ഇൽമു കൊണ്ട് ശുഗലാവും, ഇൽമു കൊണ്ട് ശുഗലാവും. ഇപ്പം റയീസുൽ ഉലമാട്ടെ നമ്മ ഒരു പൊതനാഴ്ചയോ എന്തെങ്കിലും വന്നാൽ ദർസ് വിട്ടിട്ടാ തങ്ങൾ ഇവിടെ വരുന്നത്. എന്നെ കാണാൻ വേണ്ടി ദർസ് വിട്ടിട്ട് ഇവിടെ വരണ്ടാണ് പറയുന്നത്. അപ്പം അതുപോലെ നമുക്ക് ദർസോടെ ഇൽമോട് ബന്ധപ്പെടാനുള്ള തൗഫീഖ് നാഥൻ നൽകട്ടെ. മസ്താൻ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എവിടെയും ഒരു വലിയ ഒരു ആഡംബരം കാട്ടുന്ന പരിപാടി വേണ്ട. നമ്മളൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുക, ദീനീ ഖിദ്മത്ത് ചെയ്യുക, എപ്പോഴും ദീനീ ഖിദ്മത്തോട് ബന്ധപ്പെടുക, മഹാന്മാരുകളോട്, നല്ല മഹാന്മാരോട് ബന്ധപ്പെടൽ ഒരു കളി പോലെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് വീഡിയോ പ്രചരണമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതെടുത്ത് വീഡിയോ ആക്കി വേറൊരു വീഡിയോടാക്കി അതെയും ഇതെയും കൂട്ടിക്കലർത്തി ഫിത്ന ഉണ്ടാക്കുന്ന കാലമല്ല. അതുകൊണ്ട് നല്ല മശായിഖന്മാരോടെ അകത്ത് കയറിയിരിക്കാമില്ല. പള്ളിയിലിരുന്ന് ഏത്തിക്കാവിന്റെ സവാബം കിട്ടുമല്ലോ. പള്ളിയാ വഖഫ് ചെയ്ത സ്ഥലം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് ആക്കി തരട്ടെ. ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീനാനുള്ള വാക്കോട് കൂടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നുണ്ട്. മസ്താൻ ഹസരത്തിന്റെ ആ മദതും കിട്ടാൻ വേണ്ടി മഹാന്മാരുടെ പേരിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ഫാത്തിഹ ഓതുക. എന്റെ അസലത ബസ്സിൽ കയറിയാൽ ഫസ്റ്റിലെ അള്ളാഹുവിന്റെ അഹ്ബാബുകൾ പേരിൽ ഒരു യാസീൻ ഓതുന്നു. ഏത് പരിപാടി എവിടെ യാത്ര ചെയ്താലും അള്ളാഹുവിന്റെ അഹ്ബാബുകൾ അതിലെല്ലാവരും പെടും. അമ്പിയാക്കൾ, ഔലിയാക്കൾ എല്ലാവരും പെടും. ഒരു യാസീൻ ഓതിയിട്ട് എന്നെ ഉണ്ടാക്കിയ വാപ്പ ഉമ്മ ഉസ്താദ് മേരി പേരിലും ഒരു യാസീൻ. ഇങ്ങനെ ദർസ് വിട്ടിട്ട് ചെയ്യുന്നതില്ല. ബസ്സിൽ കയറിയാൽ വെറുതെ ഇരിക്കുന്നതില്ല. ട്രെയിനിൽ പോയാൽ വെറുതെ ഇരിക്കുന്നതില്ല. അതുപോലെ നമ്മ ഉസ്താദുമാരോട് ഒരു ബദതും ഒരു ബന്ധവും ഉണ്ടാക്കിയാൽ അത് നമ്മളെ വലിയ ആളാക്കും. അള്ളാഹുവിന്റെ അടുപ്പത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ചേർക്കും. അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിൽ ഇരിക്കാനുള്ള തൗഫീഖ് നാഥൻ നൽകട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.